ഒരിക്കൽ കൂടി ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഈ നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും പ്രധാനമന്ത്രി എന്നതാണ് BJP കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഉയർത്തിയ മുദ്രാവാക്യം. പ്രധാനമന്ത്രി വന്നു 28ാം ദിവസം. പക്ഷെ അപ്പോഴും ഈ നഗരവികസനത്തിന് എന്താണ് ഒരു കാഴ്ചപ്പാട്, അതിൽ കേന്ദ്രത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു നയരേഖ, ഏതെങ്കിലും ഒരു പദ്ധതി രേഖ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്ന് ഇന്നലെ മേയർ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ചില പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് കരുതി അതിവേഗ റെയിലും ഒക്കെ അതിന്റെ ഭാഗമായി പറഞ്ഞു കേട്ടിരുന്നു ഇന്നലെ വൈകിട്ടും. അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് അതെന്തുകൊണ്ടായിരിക്കാം അത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് പോകാതിരുന്നത്? എന്തെങ്കിലും സൂചനകളുണ്ടോ? വിജയകുമാർ, തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരു വികസന രേഖ നഗരസഭ തയ്യാറാക്കിയിരുന്നു. അത് 15 ദിവസം കൊണ്ട് തയ്യാറാക്കിയതാണ്. അത് പൂർണ്ണമല്ല, സമഗ്രമല്ല എന്ന കാര്യം മേയർ VV രാജേഷ് ഈ വേദിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വികസന രേഖ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. ആ കൈമാറിയ രേഖയുടെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്തുമെന്ന കാര്യം നഗരസഭയും വിദൂരമായെങ്കിലും ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു പ്രതീക്ഷയ്ക്ക് ഫലം കാണുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും പ്രധാനമന്ത്രിയിൽ നിന്ന് ഇവിടെ ഉണ്ടായില്ല. പകരം അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ രാജ്യത്തിനാകെ മാതൃകയാക്കി മാറ്റുന്ന ഒരു നഗരമാക്കി വളർത്തണം, അതിന് തൻ്റെ എല്ലാ പിന്തുണയുമുണ്ട് എന്ന ഒരു പ്രഖ്യാപനം മാത്രമാണ്. ഇപ്പോൾ BJP നേതാക്കളുമായി നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ നഗരസഭ ഇപ്പോൾ തയ്യാറാക്കിയ രേഖ സമഗ്രമല്ല. ഇനി ഫെബ്രുവരിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മുൻകൈയിൽ ഒരു വിശദമായ കോൺക്ലേവ് തിരുവനന്തപുരം നഗരവികസനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ആ കോൺക്ലേവിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും കൂടി സമാഹരിച്ച് അത് ക്രോഡീകരിച്ച് പ്രധാനമന്ത്രിക്ക് ഡൽഹിയിലെത്തി നഗരസഭാ ഭരണ നേതൃത്വം കൈമാറും. അങ്ങനെ കൈമാറുന്ന വികസന രേഖ അനുസരിച്ചായിരിക്കും മറ്റുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും പിന്തുണ ഏത് തരത്തിലാണ് എന്ന കാര്യം വ്യക്തമാവുക എന്നാണ് നമുക്ക് BJP നേതാക്കളുടെ ഇപ്പോഴത്തെ വിശകലനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഇവിടെ അവരെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ വികസന നിലപാടുകളോ ഒന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചില്ല എന്നതാണ് വസ്തുത. ശ്രീജിത്ത്, അപ്പോഴും ശബരിമല BJPയുടെയും ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കും. സ്വർണം കട്ടവരെ ജയിലിൽ അടയ്ക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. ഒപ്പം കേന്ദ്രം നൽകിയ വികസന പദ്ധതികൾ വിഴിഞ്ഞത്തെ നേട്ടങ്ങൾ അടക്കം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. PM ശ്രീ നടപ്പാക്കാത്തത് കേന്ദ്ര പദ്ധതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സമീപനമാണെന്ന് പറയുന്നു. ബംഗാളും ത്രിപുരയും ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തെ അവരധികാരത്തിൽ നിന്ന് പോയ ഒരിടത്തും പിന്നീട് തിരികെ വന്നിട്ടില്ല എന്ന കടുത്ത രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കൂട്ടുകെട്ട് എന്നതാണ് കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമായി മോദി ഉയർത്തിയത്. അപ്പോൾ രാഷ്ട്രീയ പ്രസംഗം ഹൈ വോൾട്ടേജിൽ ഈ പുത്തരിക്കണ്ടത്തെ വേദിയിൽ കേട്ടത് തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്താൻ പോകുന്ന ഏതൊക്കെ വിഷയങ്ങളായിരിക്കും എന്നതിൻ്റെ ഏറ്റവും ആദ്യ സൂചനകളായിരുന്നു അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ ഉച്ചവെയിലിനും ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് BJP പ്രവർത്തകരെ ആവേശത്തിലാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. അത് കേന്ദ്ര പദ്ധതികളോട് സംസ്ഥാനത്തെ LDF സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന വിമർശനമുണ്ട്. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയുണ്ട്, PM ശ്രീ പദ്ധതിയോടുള്ള എതിർക്കുന്ന നയമുണ്ട്. അങ്ങനെ വികസന പദ്ധതികളോട് പൊതുവിൽ LDF ഗവൺമെന്റ് പുലർത്തുന്ന നിഷേധാത്മക സമീപനമുണ്ട്. ഇതെല്ലാം എണ്ണി പറയുന്നതായിരുന്നു BJPയുടെ കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയാണ് ഒരു നാടിൻ്റെ വികസനത്തെ സ്വാധീനിക്കുക എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായി പ്രധാനമന്ത്രി എടുത്തു കാട്ടിയത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയാണ്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത് ഏതാണ്ട് 6 മാസത്തേക്ക് തന്നെ അവിടെ നൂറുകണക്കിന് വലിയ മദർഷിപ്പുകൾ വന്നു എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങൾ LDF സർക്കാരിന് ശ്രദ്ധയില്ല. കോൺഗ്രസിനും വികസനം എന്നത് അവരുടെ അജണ്ടയിലില്ല. മറിച്ച് മാവോയിസ്റ്റുകളും അപ്പോൾ തന്നെ മുസ്ലിം ലീഗുമായും അത്തരം വിഘടനവാദികളുമായുള്ള കൂട്ടുകെട്ടാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. അവർക്ക് മുന്നിൽ ഒരു വികസന അജണ്ടയില്ല എന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. അത്തരത്തിൽ LDFനെയും UDFനെയും വിമർശിക്കുകയും അതിന് ബദലായി കേരളത്തിലൊരു വികസന മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിന് BJPക്ക് കഴിയൂ. അതിനുള്ള ശരിയായ അവസരമാണ് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ വളരെ ഹ്രസ്വമായ കേരള സന്ദർശനമായിരുന്നു.
BJP സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിലും ഒപ്പം വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു പരിപാടിയിലുമാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.